അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 22. ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഈശായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ട് അവൻ എന്റെ ഹിതം എല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഈ ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. ഫിലിപ്പിയർ 2-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കുക. ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മളെന്താ കണ്ടത്? ഈശായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവനെക്കുറിച്ച് പറയുക, അവനെൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഐ ഹാവ് ഫൗണ്ട് ഡേവിഡ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ആൻഡ് ഹി വിൽ ഡു ഓൾ ദാറ്റ് ഈസ് മൈ വിൽ. എൻ്റെ ഹിതമെല്ലാം അവൻ ചെയ്യും. കാരണം അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാകാനാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന എല്ലാ സുവിശേഷ വേലകളും പ്രവർത്തനങ്ങളും, ഇന്നിപ്പോൾ ഈ ദൈവമക്കൾ ചെയ്യുന്ന ശുശ്രൂഷകൾ എല്ലാം നല്ലതാണ്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ദൈവം നോക്കുന്നത് ദൈവ ഹൃദയപ്രകാരമുള്ള വ്യക്തികളാണോ ഞാനും നിങ്ങളും എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്തിൽ വലിയ കാര്യങ്ങളൊക്കെ നേടി അവിടെ ചെല്ലുമ്പോഴേ കർത്താവിൻ്റെ ഹൃദയം ഇല്ലാത്തവരായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചു. നമ്മളെക്കുറിച്ച് കർത്താവ് അങ്ങനെ പറയാൻ ഇടയാകുമോ? ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ഇവൾ എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാണ്. എ മാൻ, എ വുമൺ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടോ? ഡു വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്? ദാവീദിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? നമുക്കറിയാം, വേദപുസ്തകത്തിൽ ദൈവം സർട്ടിഫിക്കറ്റ് കൊടുത്ത കുറേ പേരുണ്ട്. ഹാനോക്കിനെ കുറിച്ച് ദൈവം എന്താ പറഞ്ഞത്? ദൈവത്തോട് കൂടെ നടന്നവനെന്നാ പറഞ്ഞത്. നോഹയെക്കുറിച്ചും പറഞ്ഞത് അത് തന്നെയാണ്, ദൈവത്തോട് കൂടെ നോഹ നടന്നു. മോശയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? സ്നേഹിതനോടെന്ന പോലെ ദൈവം അഭിമുഖമായി സംസാരിച്ചു മോശയോട്. എന്നാൽ ദൈവം ഇവരോട് പെരുമാറിയതുപോലെ നമ്മളോടും പെരുമാറുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ദാവീദിനോട് സംസാരിച്ചു, ദാവീദ് ദൈവത്തോടും സംസാരിച്ചു. നമ്മളോടും സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കും. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ദൈവം ഇന്ന് നമുക്കൊരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എഴുതിയാൽ എങ്ങനെ ആയിരിക്കും? അല്ലേ, നമ്മൾ ഈ കോളേജിലൊക്കെ ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളവരുണ്ടല്ലോ അല്ലേ? നമ്മളെക്കുറിച്ചൊരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ദൈവം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളൊരു അപേക്ഷ കൊടുക്കുക. ദൈവമേ, എനിക്കൊരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെക്കുറിച്ച് എന്തായിരിക്കും എഴുതുന്നത്? ദാവീദിനൊരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. നമുക്ക് എന്തുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ദാവീദിന് കൊടുത്തതെന്നുള്ളതിനെക്കുറിച്ച് ഓടിച്ച് വേഗത്തിലൊന്ന് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കാരണം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 6:6. എന്റെ ഞെരുക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു. രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. അതുപോലെ 42-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുക എന്താ? എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി. ഒത്തിരി വാക്യങ്ങളുണ്ട് ദാവീദ് ഇങ്ങനെ പറയുന്നത്. ദാവീദ് കണ്ണുനീർ പൊഴിക്കുന്നവനായിരുന്നു, ദാവീദ് കരയുന്നവനായിരുന്നു. ഒന്നാമതായിട്ട് ദാവീദിനുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ കണ്ണുനീരുള്ളവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഞരക്കമുണ്ടോ? ഒരു തകർച്ചയുണ്ടോ? ഒരു ബ്രോക്കൺനെസ്സിൻ്റെ കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് പുറത്ത് വന്നിട്ട് എത്ര നാളായി?
നമ്മൾ വളരെ യാന്ത്രികമായിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് യാതൊരു വികാര വ്യത്യാസവും ഇല്ലാതെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞേച്ച് പോകുന്നവരായിട്ടല്ലേ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്നത്. ദാവീദിനെ പോലെ നുറുങ്ങിയ ഒരു ഹൃദയം, തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? ദാവീദ് പറയുക 56-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. So the first reason God said David was a man after his own heart was that he was a man of tears. ദാവീദ് കണ്ണുനീർ പൊഴിക്കുന്നവനായിരുന്നു. സ്തോത്രം. ദാവീദ് കരഞ്ഞതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ഭാഗത്ത് പറയുന്നുണ്ട്. യോനാഥാൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ദാവീദ് കരഞ്ഞു. അബ്ശാലോമിൻ്റെ കയ്യാലുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്ന കരയുന്ന ദാവീദിനെ നമ്മൾ കാണുന്നു. അവിടെ പറയുക, ദാവീദ് തല മൂടിയും ചെരുപ്പിടാതെയും നടന്നും കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അബ്ശാലോം മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ ഹൃദയവേദന കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അതെ, ദാവീദ് കരയുന്ന വ്യക്തിയായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് ടിയേഴ്സ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു നോക്കി, കർത്താവ് കരയുന്ന വ്യക്തിയായിരുന്നോ? കർത്താവിൻ്റെ ഹൃദയം എങ്ങനെയുള്ളതായിരുന്നു? കർത്താവ് കരയുന്ന ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ദാവീദിൻ്റെ ഹൃദയവും കർത്താവിൻ്റെ ഹൃദയവും തമ്മിൽ the mind of Christ was in David. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം, ദൈവം കരയുന്ന ദൈവമാണ്. എന്നെ നിങ്ങളെ ഓർത്ത് കരയുന്ന ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താ? കർത്താവ് പലപ്പോഴും ശിഷ്യന്മാരുടെ സമീപത്ത് നിന്ന് വാങ്ങിപ്പോയി ദൂരെ ഏകനായി കരഞ്ഞു പ്രാർത്ഥിച്ചതായിട്ട് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 5:7 വായിച്ചാട്ടെ. എബ്രായർ 5:7. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും. യേശു എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? കണ്ണുനീരോടുകൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ച ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. യേശുവിൻ്റെ ഹൃദയം അതായിരുന്നു. നമുക്ക് ഇഫ് യു ക്ലെയിം ദാറ്റ് യു ഹാവ് ദ ഹാർട്ട് ഓഫ് ക്രൈസ്റ്റ്, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, യു വിൽ ബി എ മാൻ ഓഫ് ഓർ എ വുമൺ ഓഫ് ടിയേഴ്സ്. നമ്മുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ ഒഴുക്കിയിട്ട് എത്ര നാളായി? When was the last time you cried before the Lord? യേശുവിനെ പോലെ ആകണമെങ്കിൽ യേശുവിനെ പോലെ കരയണം. ലാസർ മരിച്ചു, മറിയ കരയുക, മാർത്ത കരയുക. അവർ കരയുന്നതും അവരോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. യേശു കണ്ണുനീർ വാർത്തു. നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരയുന്നവരാണോ? ദാവീദ് ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയായിരുന്നു. യേശു ദൈവസന്നിധിയിൽ കരഞ്ഞു. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എങ്ങോ എവിടെ വെച്ചോ വറ്റിപ്പോയ എൻ്റെ കണ്ണുനീര് എനിക്ക് മടക്കി തരണമേ. ഒരിക്കൽ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലൊരു പ്രാസംഗികൻ, അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാൻ, ദൈവവചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴൊക്കെ അദ്ദേഹം കരയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. ദൈവത്തിന് തന്നോടുള്ള സ്നേഹം, തനിക്ക് ദൈവത്തോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ താൻ കരയുമായിരുന്നു. അപ്പോഴേ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല പാസ്റ്ററെ, ഈ സ്റ്റേജിൽ നിന്നിങ്ങനെ കരയല്ലേ, മോശമാണ്. സ്റ്റേജിൽ നിന്നിങ്ങനെ കരയുന്നത് ശരിയല്ല. അങ്ങയെക്കുറിച്ച് മറ്റുള്ളവർ എന്തോ കരുതും. അപ്പോൾ ഈ മനുഷ്യന് വിചാരിച്ചു, ശരിയാ, ഇവരെല്ലാവരും പറയുന്നത് ശരിയാ, ഇനി ഞാൻ കരയത്തില്ല. കരയാതിരിക്കാൻ പുള്ളി ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, അദ്ദേഹം പിറ്റേ പ്രാവശ്യം പ്രസംഗിക്കാൻ വന്നു നിന്നു. അദ്ദേഹത്തിന് കരയണമെന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ കണ്ണുനീര് കൊണ്ടുവരിക, പക്ഷെ അത് കൺട്രോൾ ചെയ്ത് നിൽക്കുക. അദ്ദേഹത്തിനൊന്നും പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വീണ്ടും ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് മാറ്റിക്കൊടുത്തു. കണ്ണുനീരില്ലാതെ അദ്ദേഹം പ്രസംഗിച്ചു. പക്ഷേ അന്നത്തെ പ്രസംഗത്തിന് ഒരു പ്രത്യേകതയും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചു വന്ന് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവത്തോട്, ലോർഡ് ഗിവ് മീ ബാക്ക് മൈ ടീയേഴ്സ്. കർത്താവേ, എൻ്റെ കണ്ണുനീര് എനിക്ക് മടക്കി തരണമേ. ലോകം എന്നെക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ,
പക്ഷെ നിന്റെ സന്നിധി വരുമ്പോൾ കരയുന്നവളായിരിക്കാൻ എന്നെ സഹായിക്കണമേ. എത്ര പേർക്ക് അതിനോട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും? ദാവീദിനെ കുറിച്ച് ഒന്നാമതായിട്ട് പറഞ്ഞത്, ദാവീദ് കരയുന്ന വ്യക്തിയായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് ടീയേഴ്സ്. രണ്ടാമതായിട്ട് ദാവീദിനെ കുറിച്ച് പറയുന്നത്, ദാവീദ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. വാക്യം വായിക്കാം, 55 സങ്കീർത്തനം 17 വാക്യം. സങ്കീർത്തനം 55:17. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. അപ്പൊ അവിടെ കരയുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴൊക്കെയാ പ്രാർത്ഥിക്കുന്നത്? വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും. പിന്നെ 142 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. 142:1-2. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു. എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിച്ചിരിക്കുന്നു. നോക്കിയേ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ. കരച്ചിലുള്ളവൻ മാത്രമായിരുന്നില്ല, എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരെ? ദാവീദ്. യേശു എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു? യേശു എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, അല്ലേ? യേശു പ്രാർത്ഥനാ ജീവിതമുള്ളവനായിരുന്നു. ലൂക്കോസ് 6:12 നമ്മൾ വായിക്കുന്നു, അവൻ ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. വായിച്ചോട്ടെ. ഒരു മലയിൽ ചെന്ന്, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന്. യേശു ഈ ലോകത്തിലായിരുന്ന സമയത്ത് ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനാ ബന്ധത്തിൽ താൻ തുടർന്നു. യേശു ഈ ലോകത്തിലായിരുന്ന സമയത്ത് പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടവരാ പ്രിയമുള്ളവരെ. യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ, ദാവീദ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടൊരു കാര്യമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഹൃദയം ദാവീദിലുണ്ടായിരുന്നു. എൻ്റെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി എന്ന് പറയുവാൻ ഇടയാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുള്ളവരായിരിക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പണ്ട് വായിച്ച ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ഇംഗ്ലണ്ടിലെ ലണ്ടനിലുള്ള ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ജിമ്മിനെ കുറിച്ച്. ഇവൻ രക്ഷിക്കപ്പെട്ടു. അവൻ യേശുക്രിസ്തുവിലുള്ള ആ രക്ഷ അനുഭവിച്ച് വലിയ സന്തോഷമായി. ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ പോകുന്നു. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഒരു ബ്രേക്കുണ്ട്, ലഞ്ച് ബ്രേക്കുണ്ട്. 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നേരം ലഞ്ച് ബ്രേക്കുണ്ട്. ഈ സമയത്ത് അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൊണ്ടുവന്ന ഭക്ഷണവും ഒക്കെ കുടിക്കാനും കഴിക്കാനുമായിട്ട് അവരിരുന്ന് വർത്തമാനം പറയുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ജിം എന്ത് ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് അവൻ കൊണ്ടുവന്ന ആ ഭക്ഷണം പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് കഴിച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു ചാപ്പലിൽ താനെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു പോകും. ആ ലഞ്ച് ബ്രേക്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകും. എല്ലാ ദിവസവും ചെല്ലും, തൊപ്പിയെടുത്ത് താഴെ വെച്ചിട്ട് കുറച്ച് നേരം ദൈവസന്നിധിയിലിരിക്കും. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറയും, ജീസസ് ദിസ് ഈസ് ജിം, ജീസസ് ദിസ് ഈസ് ജിം. തിരിച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീണ്ടും തൊപ്പി തലയിൽ വെച്ചിട്ട് ജോലിക്ക് പോകും. എല്ലാ ദിവസവും ഇതൊരു പതിവായിരുന്നു. എല്ലാ വർക്ക് ഡേയ്സിലും അദ്ദേഹം വന്ന് ഈ ലഞ്ച് ബ്രേക്കിൽ പ്രാർത്ഥിക്കും, ജീസസ് ദിസ് ഈസ് ജിം. മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഫാക്ടറിയിൽ അദ്ദേഹത്തിന് ഒരു അപകടം ഉണ്ടായി. ഹി മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി, അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായി. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പോയിരുന്ന് ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന മുടങ്ങിയല്ലോ. ആശുപത്രിയിലെ കയ്യും കാലും ഒക്കെ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുക. അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ വയ്യ, പ്രാർത്ഥിക്കാനായിട്ടുള്ള ആരോഗ്യമില്ല. ആ സമയത്ത് ആശുപത്രിയിലുള്ളവരെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചു. ആശുപത്രിയിൽ ഭയങ്കരമായ ശാന്തത. നിലവിളിച്ചുകൊണ്ടിരുന്ന, ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന ആ ആശുപത്രിയിലെ പല രോഗികളും അന്ന് പകൽക്കാലം മുഴുവനും വളരെ സമാധാനമുള്ളവരും സ്വസ്ഥതയുള്ളവരുമായിട്ട് കാണപ്പെട്ടു. ഡോക്ടർമാരും നഴ്സുമാരും അത്ഭുതപ്പെട്ടു. എന്താണ് ഇന്ന് നമ്മുടെ ആശുപത്രിക്ക് സംഭവിച്ചത്? ഇവിടെ ഒരു വലിയ സമാധാനം കളിയാടുന്നല്ലോ, അതിൻ്റെ കാരണം എന്താ? അപ്പോഴാണ് അവർ ജിമ്മിൻ്റെ അടുക്കൽ വന്നു. ജിമ്മേ, നീ അഡ്മിറ്റായ ഈ ദിവസമാണ്, ഇന്ന് മുതലാണ് ഞങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താ കാര്യം? നീ വന്നതിന് ശേഷമാണല്ലോ ഈ മാറ്റം ആശുപത്രിയിൽ ഉണ്ടായത്.
അപ്പോൾ ജിം പറഞ്ഞു, അവൻ്റെ കഥ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യരാ, ഞാനൊരു ജോലി ചെയ്യുന്നവനാ, ഞാൻ എൻ്റെ ഫാക്ടറിയിലെ ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ ആ ചാപ്പലിൽ പോയിരുന്നിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ജീസസ് ദിസ് ഈസ് ജിം. പക്ഷേ ഇന്ന് എനിക്ക് ചാപ്പലിൽ പോയി എൻ്റെ കർത്താവുമായിട്ട് സമയം ചെലവഴിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാനിവിടെ ഇരുന്ന് കരയുകയായിരുന്നു. അപ്പോഴാണ് യേശു എൻ്റെ അടുക്കിലേക്ക് വന്നത്. ആ മുറിക്കുള്ളിൽ ഒരു കസേരയുണ്ടായിരുന്നു. ആ കസേരയിൽ യേശു വന്നിരുന്നിട്ട് പറഞ്ഞു, ജിം ദിസ് ഈസ് ജീസസ്. ഹല്ലേലൂയ. ജിം ദിസ് ഈസ് ജീസസ്. പ്രിയമുള്ളവരെ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് വയ്യാതാവുമ്പോൾ, നിനക്കാവുമ്പോൾ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിനക്കാകാതെ വരുമ്പോൾ, നിന്റെ ബലം ക്ഷയിക്കുമ്പോൾ നിന്റെ അടുക്കൽ വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങോട്ട് വന്ന് സംസാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നീ എത്ര സമയം ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്നുണ്ട്? യേശു ഈ ലോകത്തിലായിരുന്ന സമയത്ത് തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ചതുപോലെ ഞാനും നിങ്ങളും ചിലവഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെക്കുറിച്ചും പറയും, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. സ്തോത്രം. മൂന്നാമതായിട്ട് ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് പ്രൈസ്. 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ഹി വാസ് എ മാൻ ഓഫ് ടിയേഴ്സ്, ഹി വാസ് എ മാൻ ഓഫ് പ്രേയേഴ്സ് ആൻഡ് ഹി വാസ് എ മാൻ ഓഫ് പ്രൈസ്. അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു. 34-ാം സങ്കീർത്തനം 1-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എല്ലാത്തിനും ദൈവത്തെ സ്തുതിക്കുന്നവരാണോ നമ്മൾ? സ്തോത്രം. ദാവീദ് എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു, താൻ എന്തെല്ലാം പ്രയാസങ്ങൾ കൂടെ ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നുപോയി. ദാവീദ് അനുഭവിക്കാത്ത ജീവിതത്തിലെ വ്യഥകളില്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, രാജ്യഭരണത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, തൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ. പക്ഷേ ഇവയിലൊന്നും ദാവീദ് ദൈവസന്നിധിയിൽ പരാതിപ്പെട്ടില്ല, ദൈവത്തോട് പെറുപെറുത്തില്ല, ദൈവത്തെ ചോദ്യം ചെയ്തില്ല. അവൻ എല്ലാത്തിനും എല്ലാ കാലവും ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു. എല്ലാത്തിലും ദൈവത്തിന് നന്ദി അറിയിക്കുന്നവനായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്ക് ലഭിക്കുന്ന നന്മകളെ ഓർത്തല്ലേ നമ്മൾ സ്തുതിക്കാറുള്ളത്? ലഭിക്കാത്ത നന്മകൾക്കായിട്ട് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ? നിന്റെ അനുഗ്രഹം വൈകുമ്പോൾ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുമ്പോൾ അതിനെ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ? നീ പ്രാർത്ഥിച്ചു, ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അതല്ല തന്നത്. ഗോഡ് ഗേവ് എ ഡിഫറെൻ്റ് ആൻസർ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാനടുത്ത് പഠിപ്പിക്കുകയുണ്ടായി. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് 4 രീതിയിലാണ് മറുപടി തരുന്നത്. ചിലപ്പോൾ ദൈവം നമുക്ക് ഡയറക്റ്റായിട്ട് മറുപടി തരും, ചോദിക്കുന്നത് അപ്പോൾ തരും. ചിലപ്പോൾ ചില പ്രാർത്ഥനയുടെ മറുപടി വൈകും. സോ ഗോഡ് ആൻസേഴ്സ് ഡയറക്റ്റ്ലി. സംടൈംസ് ഗോഡ്സ് ആൻസേഴ്സ് മേ ബി ഡിലേയ്ഡ്. ദൈവത്തിൻ്റെ മറുപടി വൈകുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നവരാണോ? സംടൈംസ് ഗോഡ് ആൻസേഴ്സ് ഡിഫറൻ്റ്ലി. നമ്മൾ ചോദിക്കുന്ന ഒന്ന്, ദൈവം തരുന്നത് വേറൊന്ന്. So God answers directly, God's answers may be delayed, God answers differently. 4-മതായിട്ട്, sometimes God says no, denial. ദൈവം പറയും, നോ, വേണ്ട, നിനക്കത് വേണ്ട. Sometimes the answers are denied. പക്ഷേ നമ്മളെപ്പോഴാണ് ഇതിന് നന്ദി പറയുന്ന? ഇതിലേതിലാണ്? നമ്മൾ ചോദിക്കുന്നത് അപ്പം റെഡിയായിട്ട് ഡയറക്റ്റായിട്ട് മറുപടി കിട്ടിയാൽ ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ do you thank God if the answers are delayed? Do you thank God if the answer is a different answer? Do you thank God if the answer is no? ദാവീദ് അങ്ങനെയായിരുന്നു. ദാവീദ് എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മുടെ ജീവിതത്തിലും എല്ലാത്തിനും ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി വാക്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു സംഭവത ഞാൻ നിങ്ങളോട് പറയാം. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ഒരിക്കലും രാത്രിയിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പാതിരാത്രി കഴിഞ്ഞ് വീട്ടിൽ വന്നു. അന്ന് ഇന്നത്തെ പോലെ വാർത്താമാധ്യമ സൗകര്യങ്ങളോ ഫോണോ ഒന്നുമില്ല. അദ്ദേഹം വന്നപ്പോൾ കണ്ടത് തൻ്റെ മകൻ മരിച്ചു കിടക്കുന്നു. തൻ്റെ മകൻ മരിച്ചു കിടക്കുന്നു. അവനെ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നത് കണ്ടു. ഇടനെഞ്ച് പൊട്ടിപ്പോയി.
പക്ഷേ ഉടനെ തന്നെ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഉള്ളത്തിൽ ദൈവം ഒരു പാട്ട് കൊടുത്തു. ആ പാട്ടാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ പാടാൻ കഴിയും? സ്വന്തം കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ ഒരപ്പൻ ദൈവത്തെ സ്തുതിക്കുക, സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടുമെന്ന്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും എല്ലാത്തിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. 3 കാര്യങ്ങളും ചിന്തിച്ചു. എന്തൊക്കെയായിരുന്നു? He was a man of tears. He was a man of prayer. And he was a man of praise. 4-മതായിട്ട് he was a man of his word. അവൻ വാക്കുപാലിക്കുന്നവനായിരുന്നു. ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 15:4. വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. യഹോവയെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നോക്കി, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. He was a man of his word. ദാവീദ് ഒരു വാക്ക് കൊടുത്താൽ അത് വാക്കാ. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ സ്വഭാവം അതായിരുന്നു. കർത്താവ് പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, കാരണം ഞാൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ, ഞാൻ വാക്കു മാറാത്തവനാ. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം അതാ. നമ്മുടെ സ്വഭാവം മാറും, പക്ഷേ കർത്താവ് നമുക്കൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് നിവർത്തിക്കും. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, അവൻ വാക്കു മാറാത്തവനാണ്, അവൻ വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ്. ദാവീദു അപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൻ വിശ്വസ്തനായിരുന്നു. നമുക്കറിയാം, യോനാഥാൻ, തൻ്റെ സ്നേഹിതനായിരുന്ന യോനാഥാൻ പറഞ്ഞു, ദാവീദേ, എനിക്കറിയാം നീ ഒരിക്കൽ ഇസ്രായേലിൻ്റെ രാജാവാകും. ഞാൻ ജീവനോടെ 1 ശമൂവേൽ 20:13 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. ഞാനൊരു പക്ഷേ മരിച്ചു പോയാൽ എൻ്റെ കുടുംബത്തോട് നീയെ ദയ കാണിക്കണമേ എന്ന് യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു. എന്നോട് മാത്രമല്ല, ദയ കാണിക്കേണ്ടതിന് എന്നോട് മാത്രമല്ല, എൻ്റെ ഗൃഹത്തോടും നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. ദാവീദിനോട് യോനാഥാൻ ഒരു അപേക്ഷയാണ്. ദാവീദേ, നീ ഒരിക്കൽ രാജാവാകും. പക്ഷേ ശൗലിൻ്റെ കുടുംബത്തെ, ശൗലിൻ്റെ മകനാണല്ലോ യോനാഥാൻ. യോനാഥാൻ ദാവീദിനോടൊരു വാക്കു ചോദിക്കുക, നീ എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണം കേട്ടോ. നീ രാജാവായി കഴിയുമ്പോൾ ഇതൊന്ന് ഓർത്തു, ഞങ്ങളുടെ കുടുംബത്തെ നീ നശിപ്പിക്കരുത്, ഞങ്ങളുടെ കുടുംബത്തിനോട് കരുണ കാണിക്കണം. ദാവീദ് സമ്മതിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ, ദാവീദ് 2 ശമൂവേൽ 9:7-8 വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. യോനാഥാൻ മരിച്ചു, ദാവീദ് രാജാവായി. യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചപ്പോൾ യോനാഥാൻ്റെ മകനായ 2 കാലം മുടന്തനായ മെഫീബോശത്ത് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നതായിട്ട് ദാവീദ് കണ്ടുപിടിച്ചു. ആ മെഫീബോശത്തിനോട് ആര് ദയ കാണിച്ചു? ദാവീദ് ദയ കാണിച്ചു. നോക്കിയേ, വാക്ക് പാലിച്ചു. ഇന്ന് എത്ര പേര് വാക്ക് പാലിക്കുന്നവരാ? നമ്മൾ പരസ്പര ബന്ധങ്ങളിൽ വാക്ക് പാലിക്കുന്നവരാണോ? ദൈവത്തോടുള്ള ബന്ധത്തിൽ വാക്ക് പാലിക്കുന്നവരാണോ? ദൈവത്തോടുള്ള ചില തീരുമാനങ്ങൾ എടുത്തതിൽ നിന്ന് നമ്മൾ വാക്ക് പാലിക്കുന്നവരാണോ? അതോ നമ്മൾ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തരാണോ അല്ലയോ? നമ്മൾ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനൊക്കെ ആയിരിക്കണം. പക്ഷേ ഞാൻ ചിലപ്പോൾ അവിശ്വസ്തതയൊക്കെ കാണിക്കും. പക്ഷേ ദൈവം അതല്ല നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളും ദൈവസന്നിധിയിൽ എങ്ങനെയുള്ളവരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. ദാവീദ് എന്താ ചെയ്തതെന്നറിയാമോ? ദാവീദ് അവസാനം കണ്ടുപിടിച്ചു. ആരെയാ? മെഫീബോശത്തിനെ കണ്ടുപിടിച്ചു, വാക്കു പാലിച്ചു.
അവരുടെ നിലവും സ്വത്തും എല്ലാവർക്കും മടക്കി കൊടുത്തു. എന്നിട്ട് മാത്രമല്ല, നിത്യവും തൻ്റെ മേശയെങ്കിൽ, കൊട്ടാരത്തിലെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിപ്പാനുള്ള അവകാശം, അധികാരം, സ്വാതന്ത്ര്യം ആർക്ക് കൊടുത്തു? മെഫീബോശത്തിന് കൊടുത്തു. അപ്പോൾ മെഫീബോശത്ത് പറയുന്നൊരു വാക്കുണ്ട്, ചത്ത നായയെ പോലെയുള്ള അടിയനെ കടാക്ഷിപ്പാൻ എന്തുള്ളൂ? സ്തോത്രം. രാജകുമാരന്മാരിൽ ഒരുവനെ പോലെ രാജമേശയിൽ നിന്ന് ആര് തിന്നു കുടിക്കുക? മെഫീബോശത്ത് തിന്നു കുടിക്കുക. പ്രിയമുള്ളവർ, ഇവിടെ ഒരു ആത്മീയ അർത്ഥം ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളെല്ലാവരും ഈ മെഫീബോശത്തിനെ പോലെ ആയിരുന്നു. ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരായിരുന്നു, ശപിക്കപ്പെട്ടവരായിരുന്നു, എന്നേക്കുമായിട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരായിരുന്നു. എന്നാൽ കൃപയാൽ, ദൈവത്തിൻ്റെ വിശ്വസ്തത നിമിത്തം, കർത്താവ് നമ്മളോട് ദയ കാണിച്ചതിനാൽ, ഹല്ലേലൂയ, നമ്മൾ അവൻ്റെ മേശയെങ്കിൽ തിന്നു കുടിക്കുന്നു. സ്തോത്രം. പാപത്താൽ മുടന്തരായ നമ്മെ യേശുവാകുന്ന ദാവീദ് കൃപയാകുന്ന മേശമേൽ ഇരുത്തി. നമ്മുടെ പാപം, മെഫീബോശത്തിൻ്റെ കുറവെന്ന് പറയുന്നത് അവൻ്റെ മുടന്തായിരുന്നു. അവൻ്റെ മുടന്ത് കാണാതെ വണ്ണം, മുടന്തിപ്പോൾ എവിടെയാ? ഈ തീൻ മേശയുടെ അടിയില, അത് കാണത്തില്ല. അവൻ മേശയിൽ ഇരിക്കുമ്പോൾ അവൻ്റെ മുകൾ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അവൻ നല്ല സുന്ദരനായ മറ്റ് രാജകുമാരന്മാരോടൊപ്പം ഇരുത്തിയിരിക്കുക. അവൻ്റെ മുടന്തിനെ കാണാതെ വണ്ണം അങ്ങ് മറച്ചു കളഞ്ഞു. സ്തോത്രം. നമ്മുടെ പാപങ്ങളെ എന്നേക്കുമായിട്ട് മറന്ന്, നമ്മുടെ പാപങ്ങളെ എന്നേക്കുമായിട്ട് ക്ഷമിച്ച്, നമ്മളെ അവൻ്റെ മേശയെങ്കിൽ ഇരുത്തി നമ്മളെ പോഷിപ്പിക്കുന്ന ഈ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. നമുക്ക് തന്ന വലിയ പദവിക്കായിട്ട് സ്തോത്രം ചെയ്യാം. ദാവീദ് വാക്കു പാലിച്ചു. നമ്മെപ്പറ്റി ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ദൈവത്തിന് കഴിയുമോ? പ്രിയമുള്ളവരെ, ദൈവത്തോട് ചെയ്ത വാഗ്ദത്തം നാം പാലിക്കാറുണ്ട്. നാം പറയാറുണ്ട് ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഞാൻ വിശ്വസ്തനാണ്, അവൻ വിശ്വസ്തനാണ്, അവൾ വിശ്വസ്തയാണ് എന്ന് പറയുവാനായിട്ട് കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35-ാം വാക്യം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. നമുക്കറിയാം, യായിറോസ് പറഞ്ഞു, എൻ്റെ മകൾ മരിപ്പാറായിരിക്കുന്നു. യേശു അവളെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. പക്ഷെ പോകുന്ന വഴിയിൽ യേശു ഇച്ചിരി വൈകി. എന്താ കാര്യം? വഴിയിൽ ഒരു രക്തസ്രവക്കാരത്തിയായ സ്ത്രീയെ കണ്ടു, അവളെ സൗഖ്യമാക്കി. ആ സമയം കൊണ്ട് ആര് മരിച്ചുപോയി? യായിറോസിൻ്റെ മകൾ മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യായിറോസ് നിരാശനായി. അപ്പോൾ കർത്താവ് അവനോട് പറയുക, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാം വാക്യം, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക, എൻ്റെ വാക്ക് വിശ്വസിക്കുക. അവൻ ചെന്ന് യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അവൻ അത് പാലിക്കുവാൻ വിശ്വസ്തനാണ്. അവൻ വിശ്വസിക്കാൻ കഴിയാവുന്നവനാ. ദാവീദ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ. നാമും ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാകണം. അപ്പോഴാണ് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത് എന്ത്? എൻ്റെ ഹൃദയപ്രകാരമുള്ള. അപ്പോൾ യേശുവിൻ്റെ ക്വാളിറ്റീസാണ് ഇതെല്ലാം കാണുന്നത് നമ്മൾ. അപ്പം ഈ ക്വാളിറ്റീസ് ആരിലും ഉണ്ടായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്, ദാവീദിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞത്, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. ദൈവത്തിന് സ്തോത്രം. ഒടുവിലായിട്ട് ദാവീദിനുണ്ടായിരുന്ന ക്വാളിറ്റി, ദാവീദ് അനുസരണമുള്ളവനായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് ഒബീഡിയൻസ്. അവനൊരു അനുസരണമുള്ളവനായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. യേശു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി അനുസരണത്തോടെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്. മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ നിയോഗിച്ചപ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് ആ ശുശ്രൂഷ നിറവേറ്റുവാൻ, ആ ദൗത്യം നിറവേറ്റുവാൻ യേശു ഈ ലോകത്തിലേക്ക് വന്നു. തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റി. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത്. യേശു അനുസരണമാണ്. പിതാവിൻ്റെ ഹിതത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ അനുസരണമുണ്ടോ? ദാവീദ് അനുസരണമുള്ളവനായിരുന്നു. ദാവീദിനെ കുറിച്ച് പറയുന്നത്, അവൻ സകലത്തിലും ദൈവത്തെ അനുസരിച്ചു. പക്ഷെ ഒരു കാര്യത്തിൽ അനുസരണക്കേട് കാണിച്ചു. ഏത് കാര്യത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. ഊരിയാവിൻ്റെ കാര്യത്തിൽ മാത്രം അനുസരണക്കേട് കാണിച്ചു. അതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്തു.
അപ്പോഴാണ് 51 സങ്കീർത്തനം എഴുതിയത്. എന്തൊരു പശ്ചാത്താപം അല്ലേ, എന്തൊരു അനുതാപം, എന്തൊരു കരച്ചിലായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനുതാപമുണ്ടോ? അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം തേങ്ങുന്നുണ്ട്. അതോ ഈ അനുസരണക്കേട് കാണിച്ച് ഇപ്പം നമുക്ക് ഒരു കമ്പങ്ഷനും അല്ലെങ്കിൽ ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? നമ്മളറിയാതെ ഈ അനുസരണക്കേട് കാണിച്ച് നമ്മളറിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് പ്രിയമുള്ളവരെ ചെയ്യുന്നത്. ദാവീദ് ദൈവത്തോട് അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ ജീവിതത്തിലെ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം പ്രിയമുള്ളവരെ. പൂർണ്ണമായിട്ടും ദൈവത്തെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ നിന്ന് എത്രമാത്രം നിങ്ങളോട് വചനം പറഞ്ഞാലും ഞാൻ ദൈവസന്നിധിയിൽ അനുസരണമില്ലാത്തവനാണെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേടുണ്ടെങ്കിൽ കർത്താവിനോട് ഏറ്റു പറഞ്ഞാട്ടെ. നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം പറയേണ്ട ഇതാണ്: വെൽ ഡൺ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള ആ ഇമ്പസ്വരം കേൾക്കുവാൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിനക്കായി ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ആ വാക്ക് കേൾക്കുവാൻ തക്കവണ്ണം എത്ര പേർക്ക് ഇടയായിത്തീരും? നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാട്ടെ. ദൈവസന്നിധി നമ്മുടെ ഹൃദയങ്ങൾ എങ്ങനെയാണ്? ദാവീദിനെ പോലെ നമ്മൾ അനുസരണമുള്ളവരാണോ? എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പറയാൻ കഴിയൂ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന്. ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം പ്രിയമുള്ളവരെ. 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. നിങ്ങൾ ആ പോയിന്റ്സ് ഓർത്തിരുന്നാൽ അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് നല്ലതായിരിക്കും, അനുഗ്രഹമായിരിക്കും. ഒന്നാമത്, ദാവീദ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ഹി വാസ് എ മാൻ ഓഫ് ടീയേഴ്സ്. രണ്ടാമത്, ഹി വാസ് എ മാൻ ഓഫ് പ്രേയേഴ്സ്. ഹി വാസ് എ മാൻ ഓഫ് പ്രൈസ് ആൻഡ് ഹി വാസ് എ മാൻ ഓഫ്, കേട്ടില്ല, ഹി വാസ് എ മാൻ ഓഫ് ഹിസ് വേർഡ്. അവൻ വാക്ക് പാലിക്കുന്നവനായിരുന്നു. ഒടുവിൽ ഹി വാസ് എ മാൻ ഓഫ് ഒബീഡിയൻസ്. ദൈവത്തിന് സ്തോത്രം. ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് പോകാം പ്രിയമുള്ളവരെ. എൻ്റെ വാക്കുകളെ ഞാനിവിടെ നിർത്തട്ടെ. മുറ്റും ഞാൻ തരുന്നിതാ ഭൂനിക്ഷേപം മുഴുവൻ. പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഇത്തിരി പോയിന്റ്സ് ഒക്കെയുള്ള നല്ലൊരു മെസ്സേജ് കേട്ടു എന്ന് പറയാനല്ല. എത്ര പേര് ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്ക് ഈ ലോകത്തിലൊന്നും വേണ്ട, അങ്ങ് എന്നെക്കുറിച്ച്, ആ ദാവീദിനെ കുറിച്ച് പറഞ്ഞതുപോലെ പറയണം. എൻ്റെ ഹൃദയപ്രകാരമുള്ള നമ്മുടെ പേര് ചേർത്ത് കർത്താവ് പറയണം. ദാവീദേ, നീ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പേര് ചേർത്ത് പറഞ്ഞാട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയെന്ന്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മകനെന്നും മകളെന്നും വിളിക്കപ്പെടുവാൻ നമ്മളിലുള്ള കുറവുകളെ ദൈവത്തോട് ഏറ്റു പറഞ്ഞാട്ട്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പ്രാർത്ഥനാ കുറവുകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വറ്റിപ്പോയ ആ കണ്ണുനീര് തിരിച്ചു തരണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. എവിടൊക്കെയോ പ്രാർത്ഥന മുടങ്ങിപ്പോയി കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ വഴികളിൽ പുല്ല് മുളച്ചു നിൽക്കുകയാണ്. ഞാൻ പഴയതുപോലെ ദൈവസന്നിധിയിൽ പേഴ്സണൽ പ്രേയറിന് സമയം കണ്ടെത്തുന്നില്ല. എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞാട്ട്. ഞാൻ എല്ലാത്തിനും ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ സെലക്റ്റീവാണ്. കർത്താവെ, എല്ലാത്തിലും ദൈവത്തെ സ്തുതിക്കുന്നവളായിരിക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവത്തോട് വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്ന വ്യക്തിയായിരിക്കാൻ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞാട്ട്. ദൈവസന്നിധിയിൽ വിശ്വസ്തരെന്നെണ്ണപ്പെടുവാൻ, എന്നെക്കുറിച്ച് ദൈവം, ഞാൻ വിശ്വസ്തനാണ്, എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചാൽ അത് വിശ്വസ്തയോടെ ഞാൻ ചെയ്യുമെന്ന് ദൈവത്തിനൊരു ഉറപ്പ് കൊടുത്താട്ട്. ഒടുവിലായി ദൈവത്തിനോട് പറഞ്ഞാട്ട്, കർത്താവേ, അങ്ങ് പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. കർത്താവേ, എനിക്ക് എത്ര നഷ്ടമുണ്ടായാലും
ഞാൻ അങ്ങേ അനുസരിക്കുന്നവളായിരിക്കും എന്ന് ഏറ്റുപറയാം. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.